ഓരോ യാത്രയും ആരംഭിക്കുന്നത് ഒരു ചെറിയ ചുവടുവെപ്പിൽ നിന്നാണ്. പക്ഷേ ആ യാത്രയെ യഥാർത്ഥത്തിൽ മനോഹരമാക്കുന്നത് ആ വഴിയിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും അച്ചു പ്രതാപ്സ് ട്രാവൽഗ്രാമിന്റെ മറ്റൊരു മനോഹരമായ യാത്രയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീണ്ടും നിങ്ങളോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. നന്ദി. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും, വീഡിയോകൾ ലൈക്ക് ചെയ്തതിനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ പങ്കുവച്ചതിനും, അതിലുപരി ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള നന്ദി. ഓരോ ലൈക്കും, ഓരോ കമന്റും, ഓരോ ഷെയറും ഞങ്ങൾക്ക് വെറും അക്കങ്ങളല്ല. ഞങ്ങൾ ചെയ്യുന്ന ഓരോ യാത്രയും കൂടുതൽ മനോഹരമാക്കാനുള്ള പ്രചോദനമാണ്. നിങ്ങൾ വെറും പ്രേക്ഷകരല്ല, ഈ യാത്രയുടെ സഹയാത്രികരാണ്. നമ്മൾ ഒരുമിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ട്രാവൽ കുടുംബത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഇന്നും ഒരു പുതിയ ലക്ഷ്യസ്ഥാനവുമായി, പറയാൻ ഒരു പുതിയ കഥയുമായി, കണ്ടെത്താൻ ഒരു പുതിയ അത്ഭുതവുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. അതുകൊണ്ട് സുഖമായി ഇരിക്കൂ, മനസ്സ് തുറക്കൂ, ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ പങ്കുചേരൂ. കാരണം ഈ ലോകം ഒരിടത്ത് മാത്രം നിന്നുകൊണ്ട് ആസ്വദിക്കാനാവാത്തത്ര മനോഹരമാണ്. ഇത് അച്ചു പ്രതാപ്സ് ട്രാവൽഗ്രാം യാത്ര തുടരുകയാണ്. ബെംഗളൂരുവിന്റെ വടക്കുപടിഞ്ഞാറൻ ഹൃദയഭാഗത്ത് നഗരത്തിന്റെ തിരക്കുകളും താളവും ഒരിക്കലും നിലയ്ക്കാത്തൊരു ലോകത്തിനിടയിൽ സമാധാനത്തിന്റെ മറ്റൊരു ലോകം നിശബ്ദമായി വിരിഞ്ഞുകിടക്കുന്നു. സ്വാഗതം ജയപ്രകാശ് നാരായൺ ബയോഡൈവേഴ്സിറ്റി പാർക്കിലേക്ക്, എല്ലാവരുടെയും പ്രിയപ്പെട്ട JP പാർക്കിലേക്ക്. 85 ഏക്കറിലായി പരന്നുകിടക്കുന്ന പച്ചപ്പിന്റെ ഈ വിശാല ലോകം ബെംഗളൂരുവിലെ ഏറ്റവും മനോഹരമായ ഹരിതാഭമായ ഇടങ്ങളിൽ ഒന്നാണ്. പ്രശസ്തമായ കബ്ബൻ പാർക്കിനും ലാൽബാഗിനുമൊപ്പം നഗരത്തിന്റെ പ്രകൃതി പൈതൃകത്തിൽ അഭിമാനത്തോടെ ഇടം പിടിച്ചിരിക്കുന്ന ഒരിടം. പാർക്കിന്റെ കവാടം കടക്കുന്ന നിമിഷം തന്നെ നഗരത്തിന്റെ ശബ്ദങ്ങൾ പതിയെ അകലാൻ തുടങ്ങും. പകരം നിങ്ങളെ വരവേൽക്കുന്നത് ഇലകൾ തഴുകുന്ന കാറ്റിന്റെ സംഗീതം, പക്ഷികളുടെ മധുരഗാനം, മനോഹരമായി ഒരുക്കിയ നടപ്പാതകളിലൂടെ പതിയുന്ന കാലടികളുടെ നിശബ്ദ താളം. ഇവിടെയുള്ള ഓരോ വഴിയും ഒരേയൊരു ക്ഷണമാണ് നൽകുന്നത്. ഒന്ന് പതുക്കെയാകൂ, ആഴത്തിൽ ശ്വസിക്കൂ, പ്രകൃതിയുമായി വീണ്ടും ബന്ധപ്പെടൂ. JP പാർക്ക് വെറുമൊരു പാർക്കല്ല. പ്രകൃതിയും നഗരജീവിതവും കൈകോർത്തു ജീവിക്കുന്ന ഒരു മനോഹര ലോകമാണ്. സായാഹ്നങ്ങൾ കുടുംബങ്ങളുടെ സന്തോഷച്ചിരികളാൽ നിറയുന്നു. തുറന്ന പുൽത്തകിടികൾ കുട്ടികളുടെ കളിച്ചിരികളാൽ ജീവൻ പ്രാപിക്കുന്നു. അതേസമയം വൃക്ഷത്തണലിലൂടെ വളഞ്ഞുപുളഞ്ഞ് നീളുന്ന ജോഗിംഗ് ട്രാക്കുകൾ ആരോഗ്യവും ഉന്മേഷവും തേടിയെത്തുന്നവരുടെ പ്രിയപ്പെട്ട ഇടമായി മാറുന്നു. പാർക്കിന്റെ പല ഭാഗങ്ങളിലായി വലിയ വൃക്ഷങ്ങളുടെ തണലിൽ നിശബ്ദമായി കാത്തിരിക്കുന്ന ബെഞ്ചുകൾ കാണാം. അവ വെറും ഇരിപ്പിടങ്ങളല്ല, അല്പസമയം ജീവിതത്തിന്റെ തിരക്കിൽ നിന്ന് മാറി നിൽക്കാൻ, ചിന്തിക്കാൻ, ചുറ്റുമുള്ള ജീവിതത്തെ നിശബ്ദമായി ആസ്വദിക്കാൻ പ്രകൃതി ഒരുക്കിയ ചെറിയ വിശ്രമകേന്ദ്രങ്ങളാണ്. വ്യായാമത്തിനായാലും, സുഹൃത്തുക്കളെയും കുടുംബത്തെയും കാണാനായാലും, അല്ലെങ്കിൽ ബെംഗളൂരുവിന്റെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് കുറച്ച് നിമിഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കാനായാലും, JP പാർക്ക് നൽകുന്നത് ഇന്ന് നഗരങ്ങളിൽ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്മാനമാണ്. വിശാലമായ ഇടം, ശുദ്ധമായ വായു, മനസ്സിന് സമാധാനം. ഇവിടെയെത്തുമ്പോൾ സമയം പോലും പതുക്കെ സഞ്ചരിക്കുന്നതുപോലെ തോന്നും. ഓരോ കോണിലും ജീവൻ നിറഞ്ഞ ശാന്തത നിങ്ങളെ അനുഗമിക്കും. ഈ പാർക്കിനെ ഇത്രയേറെ സവിശേഷമാക്കുന്നത് അതിന്റെ അത്ഭുതകരമായ സന്തുലിതാവസ്ഥയാണ്. നഗരത്തിന്റെ ഹൃദയഭാഗത്തായിട്ടും ട്രാഫിക്കിന്റെയും ഡെഡ്ലൈനുകളുടെയും ദൈനംദിന തിരക്കുകളുടെയും ലോകത്തിൽ നിന്ന് ഒരുപാട് അകലെയുള്ള ഒരു പ്രകൃതി ലോകം പോലെ ഇത് അനുഭവപ്പെടുന്നു. ഇവിടെ പ്രകൃതി നിങ്ങളുടെ സഹയാത്രികയാകുന്നു. സമൂഹം ഈ ഭൂപ്രകൃതിയുടെ ഭാഗമാകുന്നു. ഓരോ സന്ദർശനവും മനസ്സിൽ എന്നും സൂക്ഷിക്കാവുന്ന ഒരു ഓർമ്മയായി മാറുന്നു. അതുകൊണ്ടുതന്നെ JP പാർക്ക് ബെംഗളൂരുവിലെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല. നഗരജീവിതത്തിന്റെ നടുവിൽ ഒന്ന് നിശ്ചലമാകാൻ കഴിയുന്ന ഒരു ഇടം, മനസ്സിന് വിശ്രമം നൽകുന്ന ഒരു അനുഭവം. എത്ര തിരക്കേറിയ നഗരമായാലും സമാധാനത്തിനും ഒരു വിലാസമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു ലോകം. ബെംഗളൂരുവിന്റെ വടക്കുപടിഞ്ഞാറൻ ഭാഗത്തുള്ള സജീവമായ മത്തിക്കര പ്രദേശത്താണ് ജയപ്രകാശ് നാരായൺ ബയോഡൈവേഴ്സിറ്റി പാർക്ക്, അഥവാ എല്ലാവർക്കും സുപരിചിതമായ JP പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സൗകര്യപ്രദമായ സ്ഥാനം തന്നെയാണ്. ബെംഗളൂരുവിലെ ഏറ്റവും തിരക്കേറിയ ഗതാഗതേന്ദ്രങ്ങളിലൊന്നായ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനോട് തൊട്ടടുത്താണ് ഈ പച്ചപ്പിന്റെ ലോകം. എന്നിട്ടും നഗരത്തിന്റെ തിരക്കുകൾക്ക് ഇത്രയും അടുത്തായിരിക്കുമ്പോഴും ഈ പാർക്ക് അതിന്റെ ശാന്തത ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല.
ദൂരെ കടന്നുപോകുന്ന ട്രെയിനുകളുടെ ശബ്ദം പോലും പ്രകൃതിയുടെ നിശബ്ദതയെ അലോസരപ്പെടുത്താതെ അതിന് ഒരു പ്രത്യേക നഗരതാളം സമ്മാനിക്കുന്നതുപോലെയാണ് അനുഭവപ്പെടുന്നത്. യശ്വന്ത്പൂറും രാജാജിനഗറും പോലുള്ള തിരക്കേറിയ പ്രദേശങ്ങൾക്ക് സമീപമായതിനാൽ നഗരത്തിന്റെ ഏത് ഭാഗത്തുനിന്നും ഇവിടേക്ക് എത്തിച്ചേരുന്നത് വളരെ എളുപ്പമാണ്. വിശാലമായ റോഡുകളും മികച്ച പൊതുഗതാഗത സംവിധാനങ്ങളും ഈ യാത്രയെ കൂടുതൽ സൗകര്യപ്രദമാക്കുന്നു. ഈ പാർക്കിന്റെ ഔദ്യോഗിക വിലാസം 22/1 ടാങ്ക് ബണ്ട് റോഡ്, ബൃന്ദാവൻ നഗർ, ബണ്ടപ്പ ഗാർഡൻ, മത്തിക്കരെ, ബെംഗളൂരു 56054. ബെംഗളൂരു നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാത്രം അകലെയുള്ളതിനാൽ ഒരു ചെറിയ യാത്ര മതി ഇവിടെ എത്താൻ. പക്ഷേ അകത്തേക്ക് പ്രവേശിച്ചാൽ നഗരത്തിൽ നിന്ന് ഒരുപാട് ദൂരെ എത്തിയതുപോലുള്ള ഒരു സമാധാനം നിങ്ങളെ കാത്തിരിക്കും. പൊതുഗതാഗതം ഉപയോഗിച്ചാണ് യാത്രയെങ്കിൽ മത്തിക്കരെ ബസ് സ്റ്റോപ്പ് പാർക്കിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ മാത്രം നടക്കാനുള്ള ദൂരത്തിലാണ്. അതുകൊണ്ട് ബസ്സിൽ എത്തിച്ചേരുന്നത് വളരെ എളുപ്പമാണ്. മെട്രോ യാത്രക്കാർക്ക് യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ചെറിയൊരു ഓട്ടോ യാത്രയിലോ കാബിലോ പാർക്കിലെത്താം. ഈ മികച്ച മെട്രോ കണക്ടിവിറ്റിയാണ് ബെംഗളൂരു യാത്രാപട്ടികയിൽ JP പാർക്കിനെ എളുപ്പത്തിൽ ഉൾപ്പെടുത്താൻ സഹായിക്കുന്നത്. സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിൽ പോലും യാത്ര അത്രത്തോളം സുഖകരമാണ്. നല്ല റോഡ് സൗകര്യങ്ങൾ, വ്യക്തമായ പ്രവേശന പാതകൾ, പ്രവേശന കവാടങ്ങൾക്ക് സമീപമുള്ള മതിയായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഇവയെല്ലാം യാത്രയെ പൂർണ്ണമായും തടസ്സരഹിതമാക്കുന്നു. വഴിതെറ്റലുകളില്ല, അനാവശ്യ ചുറ്റിക്കറക്കങ്ങളില്ല, പ്രകൃതിയിലേക്കുള്ള ലളിതവും മനോഹരവുമായ ഒരു യാത്ര മാത്രം. അതായിരിക്കാം JP പാർക്കിന്റെ ലൊക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. യാത്രയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ആവശ്യപ്പെടുന്ന ഈ സ്ഥലം അകത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന പച്ചപ്പും വിനോദവും മനസ്സിന് സമാധാനം പകരുന്ന അന്തരീക്ഷവും കൂടുതൽ സമയം ആസ്വദിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. ഓരോ മഹത്തായ സ്ഥലത്തിനും പറയാനൊരു കഥയുണ്ടാകും. ജയപ്രകാശ് നാരായൺ ബയോഡൈവേഴ്സിറ്റി പാർക്കിന്റെയും അങ്ങനെയൊരു മനോഹരമായ കഥയുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഈ നടപ്പാതകളും തടാകങ്ങളും പൂന്തോട്ടങ്ങളും പച്ചപ്പും നിറഞ്ഞ ഈ ലോകം രൂപം കൊള്ളുന്നതിന് വളരെ മുമ്പേ ആരംഭിച്ച ഒരു കഥ. ആ കഥ നമ്മെ കൊണ്ടുപോകുന്നത് 1980കളുടെ മധ്യകാലത്തേക്കാണ്. അന്ന് വേഗത്തിൽ വികസിച്ചുകൊണ്ടിരുന്ന മത്തിക്കര പ്രദേശം വടക്കുപടിഞ്ഞാറൻ ബെംഗളൂരുവിന് അത്യാവശ്യമായ ഒരു ഗ്രീൻ ലൻഡ് സ്പേസ്, നഗരത്തിന് ശുദ്ധവായു നൽകുന്ന വിശാലമായ ഹരിതപ്രദേശം സൃഷ്ടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്നത്തെ കർണാടക മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ഭരണകാലത്ത് ഈ സ്വപ്നം കൂടുതൽ വലിയതായി വളർന്നു. കൂടുതൽ ഭൂമി പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തി പാർക്കിന്റെ വിസ്തൃതി ക്രമേണ 84 മുതൽ 85 ഏക്കർ വരെയായി വികസിപ്പിച്ചു. ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. വടക്കൻ ബെംഗളൂരുവിന് കബ്ബൻ പാർക്കിനും ലാൽബാഗിനും സമാനമായി അഭിമാനിക്കാവുന്ന ഒരു മഹത്തായ ഹരിതാഭ കേന്ദ്രം സൃഷ്ടിക്കുക. എന്നാൽ മഹത്തായ പൊതുപദ്ധതികളുടെ കഥകളിൽ പതിവുള്ളതുപോലെ ഈ യാത്രയും അത്ര എളുപ്പമായിരുന്നില്ല. ഏകദേശം 2 പതിറ്റാണ്ടോളം ഈ പദ്ധതി വിവിധ സർക്കാർ വകുപ്പുകളിലൂടെയും പൗരഭരണ സ്ഥാപനങ്ങളിലൂടെയും പതുക്കെ മുന്നേറി. പദ്ധതികൾ മാറി, ഘട്ടങ്ങൾ മാറി, പക്ഷേ ആ സ്വപ്നം ക്ഷമയോടെ കാത്തുനിന്നു. വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ 2000കളുടെ തുടക്കത്തിൽ ഈ സ്വപ്നത്തിന് വീണ്ടും ജീവൻ ലഭിച്ചു. അന്നത്തെ ബെംഗളൂരു മഹാനപാലികയെ വർഷങ്ങളായി കാത്തുകിടന്ന ഈ ഭൂമിയെ സമ്പൂർണമായ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കായി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന തടാകങ്ങൾ, വ്യത്യസ്ത ആശയങ്ങളിൽ രൂപകൽപ്പന ചെയ്ത ഉദ്യാനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണ മേഖലകൾ, നടക്കാനും ഓടാനുമായി മനോഹരമായ ട്രാക്കുകൾ, അങ്ങനെ ഭാവി തലമുറകളെ മുൻനിർത്തിയായിരുന്നു ഓരോ രൂപകൽപ്പനയും. ഈ പാർക്ക് 1986 പിന്നീട് 1997 ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും പൂർണ്ണരൂപം കൈവരിക്കാൻ പിന്നെയും സമയം ആവശ്യമായി വന്നു. ഒടുവിൽ 2006 മാർച്ചിൽ അന്നത്തെ കർണാടക മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ JP പാർക്ക് ഔദ്യോഗികമായി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വർഷങ്ങളായുള്ള ഒരു സ്വപ്നം അങ്ങനെ യാഥാർത്ഥ്യമായി. 85 ഏക്കറിലായി പരന്നുകിടക്കുന്ന ഈ പാർക്ക് വളരെ വേഗം ലാൽബാഗിനും കബ്ബൻ പാർക്കിനും ശേഷം ബെംഗളൂരുവിലെ ഏറ്റവും വലിയ പൊതുപാർക്കുകളിൽ ഒന്നായി മാറി. മത്തിക്കരയിലെയും യശ്വന്ത്പൂരിലെയും ജാലഹള്ളിയിലെയും ജനങ്ങൾക്ക് ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമായിരുന്നില്ല. അവരുടെ സ്വന്തം ശ്വാസം നിറയുന്ന ഹരിതലോകമായി ഇത് മാറി. സാമൂഹിക പ്രവർത്തകനും ജനനായകനുമായ ജയപ്രകാശ് നാരായണയുടെ സ്മരണയ്ക്കായാണ് ഈ പാർക്കിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയത്. അതുകൊണ്ടുതന്നെ ഈ പാർക്ക് പ്രകൃതിയുടെ പ്രാധാന്യം മാത്രം പറയുന്നില്ല,
സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും മൂല്യങ്ങളെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. മനോഹരമായി നിർമ്മിച്ച ഗസീബോകൾ, പ്രമേയാടിസ്ഥാനത്തിൽ ഒരുക്കിയ ഉദ്യാനങ്ങൾ, ഗ്രാമീണ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന ശില്പങ്ങൾ, ഇവിടുത്തെ ഓരോ കോണും സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും പരിസ്ഥിതി ബോധത്തിന്റെയും കഥകൾ പറയുകയാണ്. ഇന്ന് ജയപ്രകാശ് നാരായൺ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ബംഗളൂരുവിലെ ഏറ്റവും പ്രിയപ്പെട്ട പൊതുയിടങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു. ക്ഷമയിൽ നിന്ന് ജനിച്ച് ദൂരക്കാഴ്ചയിൽ രൂപം കൊണ്ട നഗരവാസികളുടെ പ്രകൃതിസ്നേഹത്താൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മനോഹരമായ ഹരിതലോകം. ചരിത്രവും ജീവവൈവിധ്യവും സമൂഹവും ഒരുമിച്ച് ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ബംഗളൂരുവിന്റെ അഭിമാനചിഹ്നം. ജെ.പി. പാർക്കിന്റെ മനോഹരമായ നടപ്പാതകൾക്കും ശാന്തമായ കോണുകൾക്കും അപ്പുറം ഈ പാർക്കിന്റെ യഥാർത്ഥ ആത്മാവ് ഒളിഞ്ഞിരിക്കുന്നത് അതിന്റെ അതിസുന്ദരമായ ഭൂപ്രകൃതിയിലാണ്. ഇത് വെറുമൊരു നഗരപാർക്കല്ല. ബംഗളൂരുവിന്റെ ഹൃദയഭാഗത്ത് ജീവവൈവിധ്യത്തെ ആഘോഷിക്കാൻ അതീവ ശ്രദ്ധയോടെ രൂപകൽപ്പന ചെയ്ത് ജീവൻ നിറഞ്ഞ ഒരു ആവാസവ്യവസ്ഥയാണ്. ഈ ഹരിതലോകത്തിന്റെ ഹൃദയത്തിൽ 4 മനോഹരമായ തടാകങ്ങളാണ് വിരിഞ്ഞുകിടക്കുന്നത്. ആ ശാന്തമായ ജലനിരപ്പിൽ ആകാശവും ചുറ്റുമുള്ള മരങ്ങളും പകൽ മാറുന്നതിനനുസരിച്ച് മാറുന്ന പ്രകൃതിയുടെ നിറങ്ങളും മനോഹരമായി പ്രതിഫലിക്കുന്നു. ഈ തടാകങ്ങൾക്കൊപ്പം പാർക്കിലുടനീളം പരന്നുകിടക്കുന്ന വലിയ കുളങ്ങളും ഈ സ്ഥലത്തിന്റെ ശാന്തതയെ കൂടുതൽ ആഴമുള്ളതാക്കുന്നു. ജലാശയങ്ങളുടെ സാന്നിധ്യം ഇവിടുത്തെ ഓരോ നടത്തത്തിനും പുതുമയും ശീതളതയും സമ്മാനിക്കുന്നു. ഏകദേശം 25 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ പുൽത്തകിടികൾ ആകാശത്തിനു കീഴെ വിരിച്ച പച്ചപ്പിന്റെ പരവതാനി പോലെയാണ്. വിശ്രമിക്കാനും കുടുംബത്തോടൊപ്പം സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനും പ്രഭാത യോഗ ചെയ്യാനും സൂര്യാസ്തമയം ആസ്വദിച്ച് പതുക്കെ നടക്കാനും ഈ തുറസായ ഇടങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. എങ്ങോട്ട് നോക്കിയാലും വിശാലത. ഓരോ കാഴ്ചയും വൻ നിറഞ്ഞ ഒരു ചിത്രമാണ്. എന്നാൽ ജെ.പി. പാർക്കിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അതിന്റെ അതുല്യമായ സസ്യസമ്പത്താണ്. 250-ലധികം ഇനം മരങ്ങളും കുറ്റിച്ചെടികളും അവയ്ക്കൊപ്പം നിറങ്ങളാലും സുഗന്ധങ്ങളാലും മനസ്സിനെ കീഴടക്കുന്ന പൂച്ചെടികളും ഈ പാർക്കിനെ പച്ചപ്പിന്റെ അനവധി പാളികളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഓരോ നടപ്പാതയും വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഓരോ ഗതവും ഈ പാർക്കിന് പുതിയൊരു ഭാവം സമ്മാനിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗങ്ങളിൽ ഒന്നാണ് പാം പാർക്ക്. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഈന്തപ്പനകളുടെ മനോഹരമായ നിരകൾ ഒരേ സമയം ഗംഭീരതയും ശാന്തതയും സമ്മാനിക്കുന്ന കാഴ്ചയാണ്. അതിനുശേഷം പ്രകൃതിയുടെ മറ്റൊരു വിസ്മയം ഹോങ്കെ ഗാർഡൻ. ഇവിടേക്ക് കടക്കുന്ന നിമിഷം ഒരു ഉഷ്ണമേഖലാ വനത്തിനുള്ളിലൂടെ നടക്കുന്നതുപോലെ തോന്നും. മരച്ചില്ലകൾ ചേർന്ന് തീർക്കുന്ന കനത്ത മേൽക്കൂര, കൂടുതൽ തണുത്ത വായു, ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദത, പ്രകൃതി നിങ്ങളെ പൂർണ്ണമായി ചേർത്തുപിടിക്കുന്ന അനുഭവം. ഈ പാർക്കിലെ ഏറ്റവും ആഴത്തിൽ പ്രകൃതിയെ അനുഭവിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ ഒന്നാണിത്. ഈ സൗന്ദര്യത്തിന്റെ മധ്യത്തിൽ മനോഹരമായ ഒരു ജലധാര മുഴുവൻ പാർക്കിനും ജീവൻ പകരുന്നു. ഒഴുകുന്ന വെള്ളത്തിന്റെ സംഗീതം ഇലകൾ തഴുകുന്ന കാറ്റിന്റെ ശബ്ദത്തോടും പക്ഷികളുടെ ഗാനത്തോടും ചേർന്ന് ഈ പാർക്കിനെ ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റുന്നു. പക്ഷിനിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം ജെ.പി. പാർക്ക് ഒരു ചെറിയ സ്വർഗമാണ്. തടാകങ്ങളും മരങ്ങളും കനത്ത ഉദ്യാനങ്ങളും നിരവധി തദ്ദേശീയവും ദേശാടനവുമായ പക്ഷികളെ ഇവിടെ ആകർഷിക്കുന്നു. ഓരോ സന്ദർശനവും ഒരു പുതിയ കണ്ടെത്തലിന്റെ സാധ്യതയാണ്. പെട്ടെന്ന് മരച്ചില്ലകളിൽ ഒരു ചിറകടി, ജലാശയത്തിനു മുകളിലൂടെ ഒരു നിഴൽ, കണ്ണിൽപ്പെടാത്ത ഒരിടത്തു നിന്ന് ഒഴുകിയെത്തുന്ന മധുരഗാനം. പ്രകൃതി ഇവിടെ ഒരിക്കലും ശബ്ദമുണ്ടാക്കുന്നില്ല. അത് നിശബ്ദമായി പതിയെ സ്വയം വെളിപ്പെടുത്തുകയാണ്. ബംഗളൂരുവിന്റെ തിരക്കേറിയ നഗരജീവിതത്തിനിടയിലും ജെ.പി. പാർക്ക് ഇന്നും അപൂർവമായൊരു പ്രകൃതി സങ്കേതമായി നിലകൊള്ളുന്നു. തടാകങ്ങൾ ഈ ഭൂമിക്ക് ജീവൻ നൽകുന്നിടം, ഓരോ ഇലയും ഓരോ പൂവും ഓരോ മരവും ഒരു കഥ പറയുന്നിടം, ജീവവൈവിധ്യവും പ്രകൃതിയും പൂർണ്ണമായ സന്തുലിതാവസ്ഥയിൽ ഇന്നും ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ബംഗളൂരുവിന്റെ പച്ചപ്പിന്റെ ഹൃദയം. സൂര്യൻ പതിയെ മരങ്ങൾക്കപ്പുറം മറയാൻ തുടങ്ങുമ്പോൾ സ്വർണ്ണനിറമുള്ള സായാഹ്ന വെളിച്ചം ജെ.പി. പാർക്കിനെ കൂടുതൽ മനോഹരമാക്കുന്നു. നമ്മൾ നടന്ന അതേ വഴികൾക്ക് പുതുമയാർന്നൊരു തിളക്കം കൈവരുന്നു. തടാകങ്ങൾ ആകാശത്തിന്റെ പ്രതിബിംബമായി മാറുന്നു. ഓരോ കോണും കൂടുതൽ ശാന്തവും കൂടുതൽ ആഴമുള്ളതുമായ ഒരു അനുഭവം സമ്മാനിക്കുന്നു. ജെ.പി. പാർക്ക് വെറുമൊരു സന്ദർശന കേന്ദ്രമല്ല, മനസ്സുകൊണ്ട് അനുഭവിക്കേണ്ട ഒരു ലോകമാണ്. ഈ ചെറിയ യാത്രയിൽ തന്നെ ചിരിക്കാൻ ഒരു ഇടവും വിശ്രമിക്കാൻ ഒരു ഇടവും നിശബ്ദമായി സ്വയം കണ്ടെത്താൻ ഒരു ഇടവും ഈ പാർക്ക് നമ്മെ സമ്മാനിച്ചു. നഗരത്തിന്റെ തിരക്കുകൾ പതിയെ അകന്നുപോകുമ്പോൾ പ്രകൃതി ജീവിതത്തിന്റെ താളം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ
ഇതൊരു അവസാനമല്ല. JP പാർക്കിന്റെ ഒളിഞ്ഞിരിക്കുന്ന നിരവധി വിശേഷങ്ങളും അതുല്യമായ കാഴ്ചകളും ഇനിയും നമ്മളെ കാത്തിരിക്കുന്നു. അടുത്ത ഭാഗത്തിൽ ഈ പാർക്കിനെ മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റുന്ന കൂടുതൽ അത്ഭുതങ്ങൾ നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. അതുവരെ ഞങ്ങളോടൊപ്പം തുടരൂ. ഇത് അച്ചു പ്രതാപ്സ് ട്രാവൽ ഗ്രാം യാത്രയും കഥയും തുടരുകയാണ്.